എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിയുടെ ചെവി തെരുവ് നായ കടിച്ചെടുത്തു. നീണ്ടൂരിൽ വീടിനോട് ചേർന്ന് കളിക്കുന്നതിനിടയിലായിരുന്നു നായയുടെ ആക്രമണം. 1 ഇഞ്ചോളം ചെവി നായ കടിച്ചെടുത്തു. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്നും പഞ്ചായത്ത് നടപടി കൈക്കൊണ്ടില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. കളിച്ചോണ്ടിരിക്കാതെ 2-3 പട്ടികൾ ഓടി വന്നു. അതിലൊരു പട്ടി ഓടി വന്നു കൊച്ചിൻ്റെ ചെവിടിന് കടിക്കൽ മാത്രമല്ല അതിൻ്റെ ഒരു പീസ് നഷ്ടപ്പെട്ടു. അന്നേരം കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്നേരം ഇറങ്ങി ഓടിച്ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയിട്ട് ഞങ്ങൾ പുറേന ആ പീസുമായിട്ട് വന്നത്. ഉള്ളതാണെന്നാണ് നമ്മുടെ കണക്കൂട്ടൽ. എന്നുവെച്ചാൽ എന്നുവെച്ചാൽ പട്ടി പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്ത് ഞങ്ങൾ കളിക്കണോടത്ത് വെച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 3 പട്ടി ചാടി വന്നിട്ട് അതിനകത്ത് ഒരു പട്ടി കൊച്ചിൻ്റെ ചെവിടത്തേര് കടിച്ച് പിടിച്ച് കൊച്ചിനെ മറിച്ചിട്ട് 1 ഇഞ്ചോളം പീസാണ് കൊച്ചിൻ്റെ ചെവി അടർന്നു പോയേക്കണത്. കുറുക്ക ശല്യമുണ്ട്, കുറുനരി ശല്യമുണ്ട്. പലതവണ ഇതൊക്കെ എല്ലാവരും പറഞ്ഞതാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പട്ടീനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നോക്കാനായിട്ട് പട്ടിയുടെ കമ്മീഷന്മാരുണ്ട്, പട്ടീനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പട്ടീനെ തൊടാൻ പറ്റാത്ത അവസ്ഥ. അഹമ്മദ് മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, അതിദാരുണമായ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? വൈകുന്നേരം 4:30 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനോട് ചേർന്ന ഒരു കളിസ്ഥലമുണ്ട്. അവിടെ പിതാവിന്റെ കൂടെ കളിസ്ഥലത്തേക്ക് വന്നതായിരുന്നു ഈ കുട്ടി. അവരുടെ കൂടെ ഏതാനും ചില കുട്ടികളും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് ഈ കുട്ടിയുടെ മേൽ 3 നായ്ക്കൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വരുന്നു. അതിൽ ഒരു നായ അക്രമാസക്തമായ രീതിയിൽ കുട്ടിയുടെ ചെവിക്ക് കടിക്കുകയും ആ കുട്ടി നിലത്ത് വീഴുകയും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു 3.5 വയസ്സുകാരിയുടെ ഒരു നിസ്സഹായ അവസ്ഥ. പെട്ടെന്ന് തന്നെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കളിസ്ഥലത്തുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്ന് ഈ ആക്രമണത്തിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുകയും അപ്പോഴാണ് ചെവിയിൽ നിന്ന് ചോര വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ ചെവി കടിച്ചെടുത്ത വിവരം ആദ്യഘട്ടത്തിൽ അവർക്ക് മനസ്സിലായത് പോലുമില്ല. പിന്നെയാണ് ചെവിയുടെ ഒരു കഷ്ണം കിട്ടുകയും അതനുസരിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആദ്യം കളമശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുപോയി. പേവിഷബാധയുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു നാട്ടുകാർക്ക്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ നായയെ ട്രേസ് ചെയ്യുകയും അവിടെ വെച്ച് തന്നെ തല്ലിക്കൊല്ലുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ നായ്ക്ക് പേവിഷബാധയുണ്ട് എന്നുള്ള സംശയം അവർക്ക് ശക്തിയായി ഉണ്ട്. അതുകൊണ്ട് തന്നെ കളമശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ തന്നെ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ അവരെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചെവി ശരിയാക്കുന്നതിനും മറ്റു തുടർ ചികിത്സകൾക്കുമൊക്കെ വേണ്ടി എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പേവിഷബാധയുണ്ട് എന്നുള്ളൊരു സംശയം അത് മറ്റു ശസ്ത്രക്രിയകളൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്ക്, ഒരു സ്വകാര്യ കുറെ കൂടി വൈദഗ്ധ്യമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ആ ആശുപത്രിയിലാണുള്ളത്. എന്തായാലും ഈ തെരുനായയുടെ പേവിഷബാധ സംബന്ധിച്ച് നാളെ ഒരു വിദഗ്ധ പരിശോധന നടത്താൻ തൃശ്ശൂരിലുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടിയുടെ അവസ്ഥ നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ സങ്കടകരമാണ്. ഒരു 3.5 വയസ്സുകാരി. ഇതാദ്യമായല്ല. അവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധം ഈ തരത്തിൽ വലിയ തെരുവുനായ ശല്യമുണ്ട്, മറ്റു ജീവികളുടെ ശല്യമുണ്ട്. ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കാത്തതിൽ ഇനി പഞ്ചായത്തിനെതിരെ ഗൗരവമായ രൂപത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും തുടർ ചികിത്സ ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ആശുപത്രിയിലെത്തി അതിന് ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകും. ഇപ്പോഴെന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമിക ചികിത്സകളൊക്കെ നൽകിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില വലിയ മോശമല്ല, ഭേദപ്പെട്ട നിലയിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ അപ്പോഴും ഈ പ്രശ്നം അവിടെയുണ്ട്. പേവിഷബാധയുള്ള ഒരു നായാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിന് വാക്സിൻ കൊടുത്തിട്ടുണ്ട്. മറ്റു നടപടികൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ള ആശുപത്രിയിൽ പോയി അവിടെ നടത്തുന്ന പരിശോധനയിലൊക്കെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചികിത്സാ നടപടികളിലേക്ക് അവർ പോവുക. പക്ഷേ ഇപ്പോഴും ആ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അത് മറ്റു നടപടികളിലേക്ക് ബാധിക്കുമോ? മാത്രമല്ല ഇനി സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആ ഒരു ഭാഗം, ചെവിയുടെ ഒരു ഭാഗം അവരുടെ കയ്യിലുണ്ട്. അത് അനുസരിച്ച് മറ്റു തുന്നിച്ചേർക്കാനും ഒക്കെയുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും സങ്കടകരമായ, അതീവ ദാരുണമായ, പ്രത്യേകിച്ച് ഈ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ തന്നെ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് അവർ ഉന്നയിക്കുന്നുണ്ട്. പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അജിത്, അപ്പോൾ തന്നെ ഇതിനു മുൻപും ഈ പ്രദേശത്ത് സമാനമായ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നിസ്സഹായമായ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് മുജിതബ? കാരണം നാട്ടുകാർ അത്രത്തോളം രോക്ഷാകുലരാണ്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തവുമാണ്. മുമ്പ് ആ പ്രദേശത്ത് തെരുവുനായ ശല്യം ഉണ്ട് എന്ന് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ
ഇതിനെ നേരിടാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന്റെ ഈ ദാരുണമായ സംഭവം കൂടി വരുന്നതോടുകൂടിയാണ് ആ പ്രതിഷേധം രൂക്ഷമാകുന്നത്. പലതവണ ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് തെരുവുനായ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിന് വേണ്ടി സത്വരമായ നടപടികൾ എടുക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറയുകയല്ല, ഏതെങ്കിലും തരത്തിൽ അത് കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം കൂടി വന്നതോടുകൂടി, പ്രത്യേകിച്ച് ഒരു കളിസ്ഥലത്ത് എല്ലാവരും ഉള്ള ഒരു സ്ഥലത്ത് ഈ 3 വയസ്സുകാരിയുടെ അച്ഛനുണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന കുറേ അധികം ആളുകളുണ്ട്. ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക്, ആളുകൾക്കിടയിലേക്ക്, കുഞ്ഞുങ്ങൾ മാറി നിന്ന് അവിടെ മറ്റു കളികളിലായിരുന്നു, അതിനിടയിലേക്ക് ഇത്രയധികം ആളുകളുള്ള ഒരു പൊതുസ്ഥലത്ത്, ഒറ്റപ്പെട്ട സ്ഥലമല്ല, ഏതെങ്കിലും കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അങ്ങനെയൊക്കെ പല കേസുകൾ ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും ആ ഇടയിലേക്ക് വരെ ഒട്ടും പേടിയില്ലാതെ നായ്ക്കളിങ്ങനെ വരുമ്പോൾ അത് ആ പ്രദേശത്ത് അത്രയധികം ഭീകരമായ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്രയധികം കൂടുതലാണ് തെരുവുനായ ശല്യം. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പെട്ടെന്ന് എല്ലാവരും സ്തംഭിച്ചു പോകുന്നു, ഓടിക്കൂടുന്നു, ആ കുഞ്ഞ് നിലത്ത് വീഴുന്നു. അങ്ങനെ ഇവരാണ് പിന്നീട് രക്ഷപ്പെടുത്തുന്നത്. അവിടെ ചെന്ന സമയത്ത് ചെവിക്ക് കടിയേറ്റിട്ടുണ്ട് എന്നായിരുന്നു അവർ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പാണ് ചെവിയുടെ ഒരു കഷ്ണം നിലത്ത് വീണ്, ഒരു ഇഞ്ച് കഷ്ണം നിലത്ത് വീണിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കഷ്ണം കൂടി എടുത്താണ് ഇപ്പോൾ അവർ ആശുപത്രിയിൽ അത് ഐസിട്ട് വെച്ച്, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതും അതാണ്. ആ ചെവി തുന്നിച്ചേർക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു എറണാകുളം നഗരത്തിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്നത്. അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മുജിതബ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. 3.5 വയസ്സുകാരുടെ ചെവിയാണ് തെരുവുനായ കടിച്ച് എടുത്തിരിക്കുന്നത്. പ്രദേശത്ത് തെരുവുനായക്രമണമൊക്കെ രൂക്ഷമാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കൃത്യമായ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. മുജിതബയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.